വെൽക്കം ടു ജാസ് നെറ്റ്വർക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ കിങ്ഡം ഫംഗിയുടെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു. കിങ്ഡം ഫംഗി ആർ ക്ലാസിഫൈഡ് ഇൻടു ഫൈക്കോമൈസീഡ്സ്, ആസ്കോമൈസീഡ്സ്, ബസിഡിയോമൈസീഡ്സ് ആൻഡ് ഡ്യൂട്ടിറോമൈസീഡ്സ്. അതിൽ ഫൈക്കോമൈസീഡ്സും ആസ്കോമൈസീഡ്സും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അടുത്ത രണ്ട് ഗ്രൂപ്പ് നമുക്ക് ഇന്ന് പഠിക്കാം. അതിൽ ആദ്യത്തേത് ബസിഡിയോമൈസീഡ്സ്. മഷ്റൂം ഉൾപ്പെടുന്ന ഫംഗസിന്റെ ഗ്രൂപ്പാണ് ബസിഡിയോമൈസീഡ്സ്. മഷ്റൂം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, കൂൺ വർഗത്തിൽപ്പെട്ട ഫംഗസ് ആണ് മഷ്റൂം എന്ന് പറയുന്നത്. എഡിബിൾ ആയിട്ടുള്ള ഫംഗസ് എന്ന് പറയുന്നത് ഹെറ്ററോട്രോഫിക് ആണ്. അപ്പൊ അതിനകത്ത് സാപ്രോഫൈറ്റിക്കും പാരസൈറ്റിക്കും ഉണ്ട്. ദേ ആർ സാപ്രോഫൈറ്റിക് ഓർ പാരസൈറ്റിക്. ദേ ആർ ഫൗണ്ട് ഇൻ soil, logs, twigs and in living plant bodies as parasite. അപ്പോൾ പാരസൈറ്റ് ആയിട്ടുള്ളത് മറ്റ് പ്ലാന്റ് ബോഡീസിലും കാണുന്നു. മൈസീലിയം ഈസ് ബ്രാഞ്ച് ആൻഡ് സെപ്റ്റേറ്റ്. മൈസീലിയം ബ്രാഞ്ചും സെപ്റ്റേറ്റുമാണ്. ഇതിനു മുമ്പ് നമ്മൾ പഠിച്ച രണ്ടെണ്ണത്തിനകത്ത് ആസ്കോമൈസീഡ്സിലും ബ്രാഞ്ചും സെപ്റ്റേറ്റ് ആയിരുന്നു. ബട്ട് ഫൈക്കോമൈസീഡ്സിൽ ദേ ആർ സീനോസൈറ്റിക് ഹൈഫേ. അതിൽ സീനോസൈറ്റിക് ആയിരുന്നു. ഇനി ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നോ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ basidiomycetes. Vegetative reproduction is very common here, and vegetative reproduction is by fragmentation. നിങ്ങൾക്കറിയാം അല്ലേ, ഫ്രാഗ്മെന്റേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അതിന്റെ ഹൈഫേ എവിടെയെങ്കിലുമൊക്കെ വെച്ച് മുറിയുകയാണെങ്കിൽ ആ മുറിഞ്ഞ പീസിനെയാണ് നമ്മൾ ഫ്രാഗ്മെന്റ്. ആ മുറിഞ്ഞ ഫ്രാഗ്മെന്റ് ഡെവലപ്പിംഗ് ടു എ ന്യൂ ഹൈഫേ, ഒരു പുതിയ ഹൈഫേ ആയിട്ട് അല്ലെങ്കിൽ ഒരു പുതിയ മൈസീലിയമായിട്ട് അത് വളർന്നു വരുന്നു. അതാണ് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആബ്സെന്റ് ആണ്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ബൈ ഫ്രാഗ്മെന്റേഷൻ. ഇനി ഇതിന്റെ സെക്ഷുവൽ റീപ്രൊഡക്ഷന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഫംഗസിന്റെ ജനറൽ ക്യാരക്ടേഴ്സ് പഠിച്ചപ്പോൾ അവിടെ ഒരു പ്രത്യേക കാര്യം പറഞ്ഞു, ഒരു ഡൈകാരിയോട്ടിക് ഫേസ് അല്ലെ. ഒരു ഡൈകാരിയോട്ടിക് ഫേസിനെ കുറിച്ച് നമ്മൾ അവിടെ മെൻഷൻ ചെയ്തിരുന്നു. ആ ഡൈകാരിയോട്ടിക് ഫേസ് നമുക്ക് ഈ ഗ്രൂപ്പിലാണ് കാണാൻ കഴിയുന്നത്. അതിന്റെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. രണ്ട് ഹൈഫേ അടുത്തടുത്ത് വരുന്നത്. ബോഡി എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആണ്. അപ്പോ ഹൈഫയിലെ സെല്ല് തന്നെയാണ് ഗമേറ്റ് ആയിട്ട് മാറുന്നത്. രണ്ട് ഹൈഫേ അടുത്തടുത്ത് വരുമ്പോൾ അതിലേതെങ്കിലും രണ്ട് സെല്ലാണ് ഗമേറ്റ് ആയിട്ട് മാറി ഫ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് ഇങ്ങനെ ഫ്യൂസ് ചെയ്യുന്നു. അത് രണ്ടും കൂടി ഫ്യൂസ് ചെയ്യുന്നു. അങ്ങനെ രണ്ടും കൂടി ഫ്യൂസ് ചെയ്യുന്ന സമയത്ത് അപ്പൊ അങ്ങനെയാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് അല്ലെ. രണ്ട് ഗമേറ്റ് ഫ്യൂസ് ചെയ്തിട്ടാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പൊ രണ്ട് ഹൈഫേ അടുത്തടുത്ത് വരുന്നു. ആ രണ്ട് ഹൈഫയിലുള്ള സെൽസ് അത് ഗമേറ്റ് ആയിട്ട് മാറി, അല്ലെങ്കിൽ അതാണ് ഗമേറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. ആ രണ്ട് സെല്ലുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നു. അങ്ങനെ ഫ്യൂസ് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ പ്ലാസ്മോഗമിയും കാരിയോഗമിയും ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കുന്നു. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പ്ലാസ്മോഗമി ഒക്കർ ബട്ട് കാരിയോഗമി ഡു നോട്ട് ഒക്കർ. പ്ലാസ്മോഗമി എന്താണ്? ഫ്യൂഷൻ ഓഫ് ദി സൈറ്റോപ്ലാസം. അപ്പൊ അതിന്റെ സൈറ്റോപ്ലാസം ഫ്യൂസ് ചെയ്യുന്നു, ബട്ട് ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്നില്ല. കാരിയോഗമി അവിടെ നടക്കുന്നില്ല. അപ്പോ ബാക്കിയുള്ള സെല്ലൊക്കെ യൂണിന്യൂക്ലിയേറ്റ് ആണ്. ഇവിടെ വന്നപ്പോ ഒരെണ്ണം രണ്ട് ന്യൂക്ലിയസ് ആയിട്ട് കാണുന്നു. അപ്പൊ രണ്ട് ന്യൂക്ലിയൈ, എ സെൽ വിത്ത് ടു ന്യൂക്ലിയൈ ഈസ് നോൺ ഈസ് ഡൈകാരിയോൺ. അതിനാണ് ഡൈകാരിയോൺ എന്ന് പറയുന്നത്. ആ ഫേസിനെ ഡൈകാരിയോട്ടിക് ഫേസ് എന്ന് പറയും. Later they fuse together to form the zygote. പിന്നീട് അത് ഫ്യൂസ് ചെയ്യുന്നു. അപ്പൊ കുറെ സമയം അങ്ങനെ നിൽക്കുമെങ്കിലും പിന്നീട് അത് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ആയിട്ട് മാറുന്നു. അപ്പോൾ later they fuse to form zygote. ഇനി ഈ സൈഗോട്ട് ഡെവലപ്പ് ഇൻടു എ ക്ലബ് ഷേപ്ഡ് ബസീഡിയം. സൈഗോട്ട് അങ്ങനെ ഇരിക്കാതെ സൈഗോട്ട് വളർന്ന് ഒരു ക്ലബ് ഷേപ്പ് ആയിട്ട് മാറുന്നു. ഇതാണ് ക്ലബ് ഷേപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെ ക്ലബ് ഷേപ്പ് ആയിട്ട് മാറുന്നു. ക്ലബ് ഷേപ്പ്, ആ ഷേപ്പിന് പറയുന്ന പേര്
ക്ലബ് ഷേപ്പ് എന്ന് പറയും. ഗദ പോലെ ഇരിക്കുന്ന ഷേപ്പ്, അതിനാണ് ക്ലബ് ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പൊ സൈഗോട്ട് വളർന്ന് ഒരു ക്ലബ് ഷേപ്പ് ആയിട്ട് മാറി. ഈ ക്ലബ് ഷേപ്പിനെ നമ്മൾ എന്ത് പറയും? ബസീഡിയം എന്ന് പറയും. ഈ ക്ലബ് ഷേപ്ഡ് സ്ട്രക്ചറിനെ ബസീഡിയം എന്ന് പറയുന്നു. ഈ ബസീഡിയത്തിൽ ഇപ്പോ ഒരു ന്യൂക്ലിയസ് ഉണ്ടല്ലേ. ഈ ന്യൂക്ലിയസിന്റെ പ്ലോയിഡ് എന്താണ്? ഹപ്ലോയിഡ് ഓർ ഡിപ്ലോയിഡ്? ഡിപ്ലോയിഡ് ന്യൂക്ലിയസ്. ഇത് ഡിപ്ലോയിഡ് ന്യൂക്ലിയസ് ആണ്. ഈ ഡിപ്ലോയിഡ് ന്യൂക്ലിയസ് then undergoes reduction division or meiotic division. റിഡക്ഷൻ ഡിവിഷൻ അല്ലെങ്കിൽ മിയോട്ടിക് ഡിവിഷൻ നടക്കുന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഇത് 4 ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നു. ഈ 4 ന്യൂക്ലിയൈ then move to the outer surface of the basidium. ഈ 4 ന്യൂക്ലിയൈ move to outer surface of the basidium as basidiospore. ഇത് ഇതിന്റെ പുറത്തേക്ക് വരുന്നു. അങ്ങനെ ബസീഡിയോസ്പോർ, ഇതിനെ ബസീഡിയോസ്പോർ എന്ന് പറയും. അപ്പോ 4 ബസീഡിയോസ്പോർ ഉണ്ടാകുന്നു. എവിടെയാണ് ഉണ്ടായത്? ബസീഡിയത്തിന്റെ പുറത്താണ് ഉണ്ടായത്. അതുകൊണ്ട് നമ്മൾ എന്തെന്ന് പറയും? എക്സോജിനസ്ലി പ്രൊഡ്യൂസ്ഡ്. അപ്പൊ ബസീഡിയോസ്പോർസ് ആർ എക്സോജിനസ്ലി പ്രൊഡ്യൂസ്ഡ് ഓൺ ദി ബസീഡിയം. ബസീഡിയത്തിന്റെ പുറത്ത് എക്സോജിനസ്ലി ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് ബസീഡിയോസ്പോർ ഉണ്ടാകുന്നത്. ബസീഡിയോസ്പോറും ആസ്കോസ്പോറും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കേ. ആസ്കോസ്പോർ എവിടെയാണ് ഉണ്ടായിരുന്നത്? ആസ്കസിനകത്താണ് ഉണ്ടായിരുന്നത് അല്ലെ. ആസ്കസിന്റെ ഷേപ്പ് എന്തായിരുന്നു? സാക് ഷേപ്ഡ് ആസ്കസ്. അപ്പോ സാക് ഷേപ്പ് ആയിട്ടുള്ള ആസ്കസിന്റെ ഉള്ളിൽ എത്ര സ്പോർ ഉണ്ടായിരുന്നു? 8 സ്പോർ ഉണ്ടായിരുന്നു അല്ലെ. ആസ്കോസ്പോർ 8 എണ്ണമാണുള്ളത്. അപ്പൊ ആസ്കോസ്പോർസ് ആർ പ്രൊഡ്യൂസ്ഡ് എൻഡോജിനസ്ലി ഇൻ ദ ആസ്കസ്. ആസ്കസിന്റെ ഉള്ളിലാണ് ഉണ്ടായിരുന്നത്. ഇവിടെയോ ബസീഡിയോസ്പോർസ് 4 in number, 4 നമ്പർ ആണുള്ളത്. 4 numbers and they are produced exogenously on the club shaped basidium. ബസീഡിയത്തിന് ക്ലബ് ഷേപ്പ് ആണ്. ആ ക്ലബ് ഷേപ്പുള്ള ബസീഡിയത്തിന്റെ പുറത്തായിട്ടുണ്ടാകുന്നു. മനസ്സിലായോ? അപ്പോ ഈ 4 സ്പോർ എന്ന് പറയുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് ഉണ്ടായതാണ്. അതാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് 4 ബസീഡിയോസ്പോർസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി ഈ ബസീഡിയം ഇങ്ങനെ ഒരു ബസീഡിയം അല്ല ഉള്ളത്, ന്യൂമറസ് ബസീഡിയ ഒന്നിച്ചാണ് ഉണ്ടാകുന്നത്. അപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷന്റെ സമയമാകുമ്പോൾ മൈസീലിയം പ്രൊഡ്യൂസ് എ ഫ്രൂട്ടിംഗ് ബോഡി. ഒരു പ്രത്യേക സ്ട്രക്ചർ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ സ്ട്രക്ചറിനകത്താണ് ഈ ഹൈഫേ, ഈ ഫ്യൂഷനൊക്കെ നടന്ന് ഈ ബസീഡിയം ഒക്കെ ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അതിനകത്താണ് ആ പ്രത്യേക സ്ട്രക്ചർ. അതിനെ നമ്മൾ ഫ്രൂട്ടിംഗ് ബോഡി എന്ന് പറയും. ഇതിന്റെ ഫ്രൂട്ടിംഗ് ബോഡിക്ക് ബസീഡിയോ കാർപ്പ് എന്ന് പറയും. മനസ്സിലായല്ലോ? സെക്ഷൽ റീപ്രൊഡക്ഷന്റെ സമയത്ത് ഹൈഫേ ഒരു ഫ്രൂട്ടിംഗ് ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനകത്ത് വെച്ചിട്ടാണ് റീപ്രൊഡക്ഷൻ ഒക്കെ നടക്കുന്നത്. നമ്മൾ ആ ഫ്രൂട്ടിംഗ് ബോഡിക്കാണ് ബസീഡിയോ കാർപ്പ് എന്ന് പറയുന്നത്. ഈ ബസീഡിയോ കാർപ്പ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. അതാണ് നമ്മൾ കൂൺ എന്ന് പറഞ്ഞ് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഭാഗം. എല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലേ? ഇതാണ് അതിന്റെ ഫ്രൂട്ടിംഗ് ബോഡി എന്ന് പറയുന്നത്. ഇതിന്റെ ഈ കൊട പോലിരിക്കുന്നതിന്റെ അടിഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കുറെ ലൈൻ ആയിട്ട് കാണാം. മനസ്സിലായോ? നല്ല ഭംഗിയിൽ കാണാൻ പറ്റും. അപ്പോൾ ആ ഓരോ ലൈൻ പോലെ കാണുന്നതിന്റെയും ഈ സൈഡിലാണ് ഈ ബസീഡിയ എല്ലാം ഇങ്ങനെ ഉണ്ടാക്കുന്നത്. 2 സൈഡിലായിട്ട് നിറച്ച് ബസീഡിയകൾ ഉണ്ടായിരിക്കും. മനസ്സിലായോ? എല്ലായിടത്തും ഇതിനകത്ത് നിറച്ച് ഈ ബസീഡിയകൾ ഉണ്ടായിരിക്കും. നമുക്ക് അതിനെ കാണാൻ പാടില്ല. ബസീഡിയോസ്പോർ ഒന്നും നമുക്ക് കാണാൻ പറ്റൂല. നമുക്ക് ആ ലൈനായിട്ട് ഇരിക്കുന്നത് കാണാം. മനസ്സിലായോ? ബാക്കി അതിനകത്തുള്ള ഈ ബസീഡിയോസ്പോർ ഒക്കെ മൈക്രോസ്കോപ്പിക് ആണ്. അതുകൊണ്ട് അതിന് നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് ഈ ലൈനായിട്ട് ഇങ്ങനെ കുറെ ലൈൻ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പൊ ഇത് ബസീഡിയോ കാർപ്പ് എന്ന് പറയുന്നത് അതിന്റെ ഫ്രൂട്ടിംഗ് ബോഡിയാണ്. ഇനി ഇത് എവിടെയാണ് ഇരിക്കുന്നത്? ഇത് ഏതെങ്കിലും വീണ് കിടക്കുന്ന തടിയിലോ ഇതിലൊക്കെയാണ് നമ്മൾ ഇത് കാണുന്നത് അല്ലേ. അപ്പൊ ഇതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളോ നമ്മൾ കാണുന്ന ഈ ഫ്രൂട്ടിംഗ് ബോഡി മാത്രമാണ് നമ്മൾ കാണുന്നത്. ഇതിന്റെ ബാക്കി മൈസീരിയോ ഒക്കെ ഉണ്ട്. ഈ ബാക്കി മൈസീരിയോ ഒക്കെ ഈ ട്യൂബിനകത്തായിരിക്കും, അല്ലെങ്കിൽ ഈ തടിയുടെ
അകത്തായിരിക്കും ഉള്ളത്. അതിന്റെ ആ മൈസീലിയം അകത്ത് കിടക്കുന്നു. ഈ ഫ്രൂട്ടിംഗ് ബോഡി മാത്രമാണ് പുറത്തേക്ക് വരുന്നത്. നേരത്തെ ഞാൻ ബ്രെഡിന്റെ കേസ് പറഞ്ഞു തന്നതല്ലേ, ബ്രെഡിന് അതിനകത്ത് മൈസീലിയം ഒക്കെ അതിനകത്ത് വന്ന് ഹൈഫയൊക്കെ അതിനകത്ത് നിറഞ്ഞു കഴിയുമ്പോൾ അത് സ്പോറ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ സ്പോറ് പുറത്തേക്ക് സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ സ്പൊറാഞ്ചിയോ 4 ഇങ്ങനെ മുകളിലോട്ട് പൊങ്ങി വന്നിട്ട് അതിന്റെ പുറത്തായിട്ടാണ് സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ സ്പോറാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ ഇവിടെയും ഇതിന്റെ ഫ്രൂട്ടിംഗ് ബോഡി വരുമ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുന്നത്, അല്ലാതെ ഫംഗസിനെ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ ഫ്രൂട്ടിംഗ് ബോഡി വന്നപ്പോൾ നമുക്ക് കാണാം. മഷ്റൂമിന്റെ ഈ ഫ്രൂട്ടിംഗ് ബോഡി അല്ലെങ്കിൽ ഈ ബസീഡിയോ കാർപ്പാണ് എഡിബിൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞു. എന്ന് വെച്ച് എല്ലാ മഷ്റൂമും എഡിബിൾ ഒന്നും അല്ല കേട്ടോ. വഴിയിൽ കാണുന്ന ഒരുപാട് കൂണുകളൊക്കെ നമ്മൾ വഴിയിലൊക്കെ കാണാറുണ്ട്. അതൊന്നും എടുത്ത് ഉപയോഗിക്കാൻ കൊള്ളില്ല. എന്ന് വെച്ചാൽ ഇത് ഒരുപാട് പോയിസണസ് ആയിട്ടുള്ള മഷ്റൂംസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കടകളിൽ നിന്ന് വാങ്ങുന്നത് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം അത് പ്രത്യേകമായിട്ട് ഗ്രോ ചെയ്തെടുത്തതാണ് കടകളിൽ കിട്ടുന്നത്. അല്ലാതെ അവിടെ ഇവിടെ നിൽക്കുന്നതൊന്നും എടുത്ത് ഉപയോഗിക്കരുത്. അപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് ബസീഡിയോസ്പോർസ്. മനസ്സിലായല്ലോ? പിന്നെ നമുക്ക് ഇതിനകത്ത് വരുന്ന മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് വരുന്ന മെയിൻ മെമ്പർ എന്ന് പറയുന്നത് അഗാരിക്കസ്. അഗാരിക്കസ് എന്ന് പറയുന്നത് നമ്മൾ മഷ്റൂം എന്ന് പറയുന്നതാണ് അഗാരിക്കസ്. അതിന്റെ ജനറിക് നെയിമാണ് അഗാരിക്കസ് എന്ന് പറയുന്നത്. സ്പീഷീസ് ഒരുപാട് സ്പീഷീസുകളുണ്ട്, നമുക്ക് പഠിക്കേണ്ട. നമുക്ക് അതിന്റെ ജനറിക് നെയിം മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ മഷ്റൂം എന്ന് പറയുന്നതിന്റെ ജനറിക് നെയിമാണ് അഗാരിക്കസ്. മനസ്സിലായില്ല? മഷ്റൂം എന്ന് പറയുന്നത് കോമൺ നെയിമാണ്. ഇനി പക്സീനിയ അസ്റ്റിലാഗോ, ഇത് രണ്ടും നമ്മൾ നേരത്തെ ഫംഗൽ ഡിസീസ് പറഞ്ഞപ്പോ പഠിച്ചതാണ്. പക്സീനിയ എന്ന് പറയുന്നത് റസ്റ്റ് ഡിസീസ് ഉണ്ടാക്കുന്നു. പ്ലാന്റ്സിൽ റസ്റ്റ് ഡിസീസ് ഉണ്ടാക്കുന്നതാണ് പക്സീനിയ എന്ന് പറയുന്നത്. പക്സീനിയ റസ്റ്റ് ഡിസീസ് ഉണ്ടാക്കുന്നു. അസ്റ്റിലാഗോ സ്മട്ട് എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാക്കുന്നു. അപ്പോൾ ഇത് രണ്ടും പാരസൈറ്റിക് ആണ്, പ്ലാന്റ്സിലാണ് കാണുന്നത് അല്ലേ. ഇനി പഫ് ബോൾസ് എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്, വേറൊന്ന് ബ്രാക്കറ്റ് ഫംഗി. അപ്പൊ ബ്രാക്കറ്റ് ഫംഗിയും പഫ് ബോൾസും എല്ലാം ഈ ബസീഡിയോ മൈസീഡ്സിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഇത്രയും എക്സാമ്പിൾ എല്ലാം നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. കാരണം എക്സാമ്പിള് പരീക്ഷക്ക് പലപ്പോഴും മാച്ച് ദ ഫോളോയിങ് ഒക്കെ തരാറുണ്ട്. അപ്പൊ ഗ്രൂപ്പ് നെയിം തന്നിട്ട് ഇപ്പുറത്ത് കുറെ എക്സാമ്പിൾ തന്നിരിക്കും. അപ്പൊ നമുക്ക് ഓരോ ഗ്രൂപ്പിലേക്ക് അതിനെ മാച്ച് ചെയ്ത് വെക്കണം. അപ്പോൾ അങ്ങനെ മാച്ച് ദ ഫോളോയിങ്ങിനെ ചോദിക്കാറുണ്ട്. ഇനി എൻട്രൻസിനൊക്കെയാണ് കണ്ണിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോ ഡൈകാരിയോട്ടിക് ഫേസ് ഏത് ഫംഗസിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അറിയാം ബസിഡിയോമൈസിഡ്സ് അല്ലേ. അതെല്ലാവരും പെട്ടെന്ന് ഉത്തരം പറയും, ബസിഡിയോമൈസിഡ്സിലാണ്. കുറച്ച് എക്സാമ്പിൾ തന്നിട്ട് അതിൽ ഡൈകാരിയോട്ടിക് ഫേസ് ഏതിലാണ് നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും ഇല്ലേ. അപ്പൊ അത് വരാതിരിക്കാനായിട്ട് എക്സാമ്പിള് എപ്പോഴും നന്നായിട്ട് എല്ലാ ഗ്രൂപ്പിന്റെയും എക്സാമ്പിൾസ് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ബസീഡിയോമൈസിഡ്സ് പഠിച്ചു കഴിഞ്ഞു. അതിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ഒന്നുകൂടി നോക്കിക്കേ. എന്താണ്? They are saprophytic or parasitic and found in soil, twigs, logs and other living plants. Their mycelium എന്നുള്ളതാണ് mycelium, septate and branch. പിന്നെ പ്രധാനപ്പെട്ട കാര്യം sexual reproduction is absent and vegetative reproduction is very common and they are by fragmentation. Sexual reproduction results in the formation of basidiospores. And ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഡ്യൂറിങ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ദർ ഈസ് എ ഡൈകാരിയോട്ടിക് phase. Dikaryotic phase means when the
fusion of gamete, the cytoplasm fuse, but the nuclear fusion do not take place. That condition is known as dikaryotic phase. Cell with 2 nuclei is known as dikaryote. Later, they fuse to form zygote. Zygote develop into a club-shaped basidium. The diploid nucleus in the basidium undergoes reduction division to form 4 haploid basidiospores. They are exogenously produced on the basidium. ക്ലിയർ ആയല്ലോ. ഇനി അതിനകത്തുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത് അഗാരിക്കസ്, പക്സീനിയ, അസ്റ്റിലാഗോ, പഫ് ബോൾസ് ആൻഡ് ബ്രാക്കറ്റ് ഫംഗി. ക്ലിയർ ആയില്ലേ? അപ്പോൾ അടുത്തത് ഡ്യൂട്ടിറോമൈസീഡ്സ്. ഡ്യൂട്ടിറോമൈസീഡ്സ് ഇംപെർഫെക്റ്റ് ഫംഗി എന്നാണ് അത് അറിയപ്പെടുന്നത്. ഇതിനകത്തും സാപ്രോഫൈറ്റിക്കും പാരസൈറ്റിക് ആയിട്ടുള്ള മെമ്പേഴ്സ് ഉണ്ട്. സാപ്രോഫൈറ്റിക് ആയിട്ടുള്ളതിൽ കൂടുതലും ഡീകമ്പോസേഴ്സ് ആണ്. ദേ ഹെൽപ്പ് ഇൻ ന്യൂട്രിയൻ സൈക്ലിംഗ്. ഡീകമ്പോസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്നത് മൃതശരീരങ്ങളെയൊക്കെ അഴുകാനായിട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. ഡീകമ്പോസ് ചെയ്യാൻ സഹായിക്കുന്നു. അപ്പൊ അങ്ങനെ ഡീകമ്പോസ് ചെയ്യുമ്പോൾ മൃതശരീരങ്ങളിലൊക്കെയുള്ള ന്യൂട്രിയൻസ്, പല ന്യൂട്രിയൻസും ഓക്സിജനും നൈട്രജനും എല്ലാം ആയിട്ട് അന്തരീക്ഷത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. അതിനാണ് ന്യൂട്രിയൻ സൈക്ലിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനെ ഡീകമ്പോസേഴ്സ് എന്ന് പറയും. അപ്പൊ കൂടുതലും അതിനകത്ത് ഡീകമ്പോസേഴ്സ് ആണ്. ഡീകമ്പോസ് ചെയ്യാൻ സഹായിക്കുന്നത് കൊണ്ട് ദേ ആർ ഡീകമ്പോസേഴ്സ്. ഇനി ഇതിന്റെ മൈസീലിയം നോക്കിക്കഴിഞ്ഞാൽ സെപ്റ്റേറ്റ് ആൻഡ് ബ്രാഞ്ച്. അപ്പോൾ ഇപ്പൊ നമ്മൾ പഠിച്ച 4 ഗ്രൂപ്പില് 3 എണ്ണത്തിലും സെപ്റ്റേറ്റ് ആൻഡ് ബ്രാഞ്ച് ആണ്. ആദ്യത്തേൽ മാത്രമായിരുന്നു സീനോസൈറ്റിക്, അതായത് എസെപ്റ്റേറ്റ് ആൻഡ് മൾട്ടിന്യൂക്ലിയേറ്റ്. ബാക്കിയുള്ളതിലെല്ലാത്തിലും സെപ്റ്റേറ്റ് ആയിരുന്നു. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് ദർ ഇസ് നോ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അസെക്ഷുവൽ റീപ്രൊഡക്ഷനും വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനും ഉണ്ട്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ബൈ ഫ്രാഗ്മെന്റേഷൻ ആൻഡ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഈസ് ബൈ കൊണീഡിയോസ്പോർസ്. നമ്മൾ നേരത്തെ ആസ്കോമൈസീസിൽ കൊണീഡിയോസ്പോർ പഠിച്ചതാണ്. അതുപോലെ തന്നെയുള്ള കൊണീഡിയോസ്പോർസ് ആണ് ഇതിനകത്തും അസെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ ഉണ്ടാകുന്നത്. പക്ഷേ ഇതിനകത്ത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഈസ് നോട്ട് ഡിസ്കവേർഡ്. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇതിനകത്തുള്ള മെമ്പേഴ്സിന്റെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ കണ്ടുപിടിച്ചിട്ടില്ല. Whenever the sexual reproduction of these members were discovered, they were moved to ascomycetes or basidiomycetes. എവിടെയെങ്കിലും ആയിട്ട് അതിനെ മൂവ് ചെയ്യും നമ്മൾ. ഇപ്പൊ ഇതിനകത്തുള്ള മെമ്പേഴ്സില് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ആസ്കോമൈസീസിലേക്കോ ബസീഡിയോമൈസീസിലേക്കോ ഒക്കെ മാറ്റിവെക്കും. അതിനെയൊക്കെ ആ ഗ്രൂപ്പിലേക്ക് വിടും. അപ്പോൾ ഇപ്പോ ഇതിനകത്തുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇല്ലാത്ത മെമ്പേഴ്സ് ആണ്. അപ്പോൾ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ഗ്രൂപ്പിനെ ഇംപെർഫെക്റ്റ് ഫംഗി എന്ന് പറയുന്നത്. പെർഫെക്റ്റ് അല്ല. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഒരു ഹയർ ലെവൽ എന്ന് പറയുന്നത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്. അപ്പോൾ ഇതിനകത്ത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഫംഗസിനെ ഇംപെർഫെക്റ്റ് ഫംഗി എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇല്ലാത്ത ഫംഗസുകളെയൊക്കെ കൂടി ചേർത്തിട്ടുണ്ടാക്കിയ ഒരു ഗ്രൂപ്പാണ് ഡ്യൂട്ടിറോമൈസീഡ്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് വരുന്ന മെമ്പേഴ്സ് എന്ന് പറയുന്നത് ട്രൈക്കോഡെർമ, കൊളീറ്റോട്രൈക്കം, ഓൾട്ടർനേറിയ. ഇപ്പോൾ ഇതിനകത്തുള്ളത് ഇതൊക്കെയാണ്: ട്രൈക്കോഡെർമ, കൊളീറ്റോട്രൈക്കം, ഓൾട്ടർനേറിയ. അപ്പൊ ഇതിനൊക്കെ സെക്ഷുവൽ റീപ്രൊഡക്ഷനും വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനും മാത്രമേ ഉള്ളൂ. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇല്ല. ബാക്കി നമുക്ക് ഇതിനകത്ത് കാര്യമായിട്ട് ഇതിനകത്ത് പഠിക്കാനൊന്നുമില്ല. കാരണം മറ്റ് ഗ്രൂപ്പുകളിൽ പഠിച്ചതുപോലെ തന്നെയാണ് ഇതിനകത്ത് എല്ലാം ഉള്ളത്. പാരസൈറ്റിക് ആണ്, സാപ്രോഫൈറ്റിക് ആണ്, മൈസീലിയ, ബ്രാഞ്ച് ആൻഡ് സെപ്റ്റേറ്റ് ആണ്, അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ബൈ കൊണീഡിയോസ്പോർസ് ആൻഡ് vegetative reproduction by fragmentation. Sexual reproduction is absent or not discovered yet. ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. മനസ്സിലായല്ലോ? അപ്പോൾ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഗ്രൂപ്പിനെ ഇംപെർഫെക്റ്റ് ഫംഗി എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇപ്പൊ നമ്മുടെ 4 ഗ്രൂപ്പും കഴിഞ്ഞിരിക്കുന്നു.
കിങ്ഡം ഫംഗിയുടെ 4 ഗ്രൂപ്പും കഴിഞ്ഞു. ഫൈക്കോമൈസീറ്റ്സ്, ആസ്കോമൈസീറ്റ്സ്, ബസിഡിയോമൈസീറ്റ്സ് ആൻഡ് ഡ്യൂട്ടിറോമൈസീറ്റ്സ്. ഇതിനകത്ത് വരുന്ന എല്ലാ എക്സാമ്പിളും നന്നായിട്ട് പഠിക്കണം. ഇതിനകത്ത് ബുക്കിൽ എന്തൊക്കെ എൻട്രൻസിന് ബുക്കിൽ എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ നമ്മൾ പഠിച്ചിരിക്കണം. 4 ഗ്രൂപ്പും നിങ്ങൾ കമ്പയർ ചെയ്ത് ടേബിൾ ഉണ്ടാക്കിയെടുക്കണം. ഞാൻ ഒരെണ്ണം ഇടാം, പക്ഷെ അതിന് മുമ്പായിട്ട് നിങ്ങൾ സ്വയം ഒരെണ്ണം ഉണ്ടാക്കിയെടുത്തിട്ട് അത് ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ സ്വയം ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഞാൻ ഇട്ട് തരാം, പക്ഷെ നിങ്ങൾ നോക്കുന്നതായിരിക്കും നല്ലത്. എപ്പോഴും നമ്മൾ സ്വയം ചെയ്ത് പഠിക്കുന്നതാണ് മറ്റൊരാൾ തരുന്നതിനേക്കാളൊക്കെ അഭികാമ്യമായിട്ടുള്ളത്. നോട്ട്സ് ആണെങ്കിലും അത് സ്വയം ഉണ്ടാക്കി പഠിക്കണം. അതാണ് അതിൻ്റെ നല്ല രീതി എന്ന് പറയുന്നത്. അപ്പൊ നമുക്കത് എപ്പോഴും ഓർമ്മ നിൽക്കും. മറ്റൊരാൾ ഇട്ട് തന്ന നോട്ട് നമ്മളിങ്ങനെ കാണാപ്പാഠം പഠിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഓർമ്മ നിൽക്കത്തില്ല. അപ്പോൾ നമ്മൾ സ്വയം ഉണ്ടാക്കി പഠിക്കുകയാണെങ്കിൽ അത് നമുക്ക് എപ്പോഴും ഓർമ്മ നിൽക്കും. അതുകൊണ്ടാണ് നോട്ട് തന്നെത്താൻ ഉണ്ടാക്കണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.